ഏ ബീരു, നിനക്കെന്നെ കൊല്ലുവാൻ സാധിക്കും, പക്ഷേ തോൽപ്പിക്കുവാനാകില്ല. ഈ യാത്രകൾക്കിടെ കണ്ടുമുട്ടിയ മനുഷ്യരുടെ വേദനകൾക്ക് പരിഹാരം കാണാൻ സായുധ വിപ്ലവത്തിന്റെ പാത തിരഞ്ഞെടുത്ത് അതിൽ എരിഞ്ഞൊടുങ്ങിയ ഒരു യഥാർത്ഥ സമരസഖാവ് ഏണസ്റ്റോ ചെ ഗുവേര എന്ന കോമ്രേഡ് ചെ. ചുമർ ചിത്രങ്ങളിലൂടെ നമുക്കേറെ പരിചിതമായ ആ ചിത്രം, കേരളത്തിന്റെ മുക്കിലും മൂലയിലും വിപ്ലവകാരിയുടെ പ്രസിദ്ധമായ ആ ചുമർ ചിത്രം, കമ്മ്യൂണിസത്തിന്റെ ചിഹ്നമായി മാറിയ ആ ചിത്രം, നമുക്കേറെ പരിചിതമായ ആ ചിത്രത്തെക്കുറിച്ച് നമുക്കൊന്നറിഞ്ഞാലോ. 1960 മാർച്ച് 5 ഹവാനയിലെ കോളൻ സെമിത്തേരിയിൽ സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിൽ അമേരിക്കയുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് അന്നൊരു തീപ്പൊരി പ്രസംഗം തന്നെ ചെ ഗുവേര നടത്തി. ഈ ചടങ്ങിനിടയിൽ ആൽബർട്ടോ കോഡ എന്ന പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ തന്റെ പത്രത്തിനായി ലൈക്ക M2 എന്ന ക്യാമറയിൽ പകർത്തിയ 2 ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ ഈ ചിത്രത്തിന് ചെറിയൊരു ന്യൂനതയുണ്ടായിരുന്നു. ചെഗുവേരയുടെ തോളിന് തൊട്ടു മുകളിലായി ആ പരിസരത്ത് നിന്ന് ആരുടെയോ തല കൂടെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചിത്രം ആൽബർട്ടോ കോഡ തന്റെ പത്രത്തിന് അയച്ചു കൊടുത്തു. പക്ഷേ ഈ പത്രം റിജക്ട് ചെയ്തു. ആൽബർട്ടോ കോഡയുടെ മനസ്സിൽ പതിഞ്ഞ ഈ ചിത്രം അദ്ദേഹം ക്രോപ്പ് ചെയ്തു സൂക്ഷിച്ചു. പിന്നീട് ഈ ചിത്രമാണ് കോടിക്കണക്കിന് കോപ്പികളായും സ്റ്റെൻസിലുകളായും പരിണമിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ചെയുടെ സമാനതകളില്ലാത്ത സുപ്രസിദ്ധമായ ചിത്രമായി മാറിയത്.